പെരിയാർ തീരനിവാസികളെ കുടിയിറക്കുന്നു എന്നത് വ്യാജ പ്രചരണമാണെന്ന് CPI. ശാന്തിപാലം മുതൽ പരപ്പ് വരെയുള്ള തീരദേശവാസികളായവരെ കുടിയിറക്കുവാൻ റവന്യൂ വകുപ്പ് ശ്രമം നടത്തുന്നു എന്ന തരത്തിലാണ് നോട്ടീസ് പ്രചരണം നടന്നിരിക്കുന്നത്. പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും ഇത് അവജ്ഞയോടുകൂടി തള്ളുന്നതായും CPI കട്ടപ്പന മണ്ഡലം സെക്രട്ടറി VR ശശി പറഞ്ഞു. മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആലടിയിൽ സ്വകാര്യ വ്യക്തി ടൺ കണക്കിന് മണ്ണ് പെരിയാർ നദിയിലേക്ക് തള്ളിയിരുന്നു. ഇതിനെതിരെയും ചില അനധികൃത നിർമ്മാണത്തിനെതിരെയും മാത്രമാണ് നോട്ടീസ് നൽകിയതെന്നും നേതാക്കൾ പറഞ്ഞു. കോവിൽ പഞ്ചായത്തിന്റെ ഭാഗമായിട്ടുള്ള ശാന്തിപാലം മുതൽ പരപ്പ് വരെയുള്ള ഏകദേശം 200-ലധികം വരുന്ന വീടുകളും വ്യാപാര സ്ഥാപനങ്ങളുമെല്ലാം കുടിയിറക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വ്യാജ പ്രചരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണുവാനും അതുമായി ബന്ധപ്പെട്ട് വലിയ വാഗ്വാദങ്ങളെല്ലാം നടന്നു വന്നുകൊണ്ടിരിക്കുക. ഞാനതിനെ സംബന്ധിച്ച് അന്വേഷിച്ചു. കാരണം ഈ പുഴയുടെ ഭാഗമായി താമസിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ കയ്യേറ്റക്കാരല്ല, അവർ കുടിയേറ്റക്കാരാണ്. എനിക്ക് തോന്നുന്നത് ചപ്പാത്ത് മുതൽ അങ്ങ് ശാന്തിപ്പാലം മുതൽ താഴെയുള്ള 100 വർഷങ്ങൾക്കപ്പുറം ഉള്ള ആളുകൾ കുടിയേറി താമസിച്ച് അവരുടെ മക്കളുടെ മക്കളുമായിട്ടുള്ള വരുന്ന ആളുകളാണ് അവിടെ ഇപ്പോൾ ഉള്ളത്. താമസിക്കുന്നവരും വ്യാപാര സ്ഥാപനങ്ങൾ നടന്നവരുമില്ല. അതിലൊന്നും ആരെയും കുടിയിറക്കുക എന്ന നയം ഗവൺമെൻറ്റിനില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റവന്യൂ അധികാരിയുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും നാളിതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ അനധികൃതമായി ചില കെട്ടിടങ്ങൾ പുതിയതായി 6-ലേക്കൊക്കെ ഇറക്കി വെക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള ചില ആളുകളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരെ നോട്ടീസ് കൊടുക്കുകയൊക്കെ ചെയ്തതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. പാർട്ടിയുടെ ശ്രദ്ധയിലും വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളുടെ പേരിൽ മുഴുവൻ ആളുകളെയും കുടിയിറക്കാൻ പോവുകയാണ് എന്ന ഒരു പ്രചരണം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഒന്നും പാർട്ടി എന്ന റവന്യൂ വകുപ്പ് ഭരിക്കുന്ന പാർട്ടി എന്നതിൽ ഞാൻ ഒരു കാര്യം പറയാം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റവന്യൂ അധികാരികളോടൊക്കെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ പെരിയാറിൻ്റെ തീരത്ത് താമസിക്കുന്നവർ മാത്രമല്ല, കേരളത്തിലെ എല്ലാ പുഴയുടെയും തീരത്ത് കുടിയേറി പാർക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവർക്കൊന്നും ഈ നടപടിയില്ല. പക്ഷേ ഇതൊരു എന്തിൻ്റെ പേരിലാണ്, എന്തിൻ്റെ ലാഭത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു യോഗം അത്തരം ഒരു ആശങ്ക പരത്തുന്ന തരത്തിലേക്കുള്ള പ്രസ്താവനകളുമായി ചില ഇറങ്ങിച്ചിട്ടുള്ളതെന്ന് അതിനെ സംബന്ധിച്ച് അതൊക്കെ അന്വേഷിക്കേണ്ടതാണ്. ഏതെങ്കിലും ലാഭത്തിന് വരെ മലയോര ഹൈവേ പണിയുന്നതിൻ്റെ ഭാഗമായി അവിടെ 6-ന്റെ സൈഡിലേക്ക് മണ്ണിട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ചില പരാതികളൊക്കെ അവിടെ വരുന്നുണ്ട്.